ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഒരു മനുഷ്യനെ കൊന്ന് വെട്ടിക്കീറി വാട്ടർ ടാങ്കിൽ തള്ളിയ ക്രൂരതയുടെ പര്യായമായ ഒരു സ്ത്രീയെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ വെറും തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് നാം കോടികൾ പിരിച്ചെടുത്തു, മലയാളികളായ നമ്മൾ തന്നെ. എന്നാൽ നമ്മളുടെയൊക്കെ മുമ്പിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായി അല്ലെങ്കിൽ വെറും ഒരു 5 രൂപയ്ക്കായി കൈനീട്ടിയപ്പോൾ കൈ തട്ടി മാറ്റുന്നവരായി തീരുകയാണ് നമ്മൾ. അവരെ പുച്ഛത്തോടെ നോക്കുകയാണ്, ആട്ടിപ്പായിക്കുകയാണ്. നമ്മൾക്കെപ്പോഴും 2 കാതും 2 കണ്ണുമാണ്. എന്നാൽ അത് വ്യത്യസ്തത കൂടിയാണ്. 2 കണ്ണിനും 2 വീക്ഷണ കോണാണ്. കൊലപാതകിക്കും കുറ്റവാളികൾക്കും നൽകാൻ നമ്മുടെ കൈകൾ ഒരിക്കലും കുറുകിപ്പോയില്ല. പക്ഷേ പാവങ്ങളുടെ രോദനങ്ങൾക്കോ നാം കൈ നീട്ടില്ല. അവർ കൈ നീട്ടുന്നത് അവരെ തള്ളാനാണ്. കഴിഞ്ഞ ദിവസം ഒരു കുറ്റവാളി ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ആവശ്യപ്പെട്ടു, അയാൾക്ക് കേസ് നടത്താനായി കാശിനായി QR കോഡ് അതിലും കൊടുക്കുന്നു മലയാളികൾ. അവിടെ പാവങ്ങളെ അല്ല, അല്ലെങ്കിൽ ആവശ്യക്കാരെ അല്ല നാം കാണുക. നാം മലയാളികൾ അങ്ങനെയാണ്. വേണ്ടതിനും വേണ്ടാത്തതിനും അല്ല, വേണ്ടതിനല്ല വേണ്ടാത്തതിനാണ് നാം പലതിലും അവരെ സഹായിക്കാനും കാശ് കൊടുക്കാനും തയ്യാറാകുന്നത്. ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും പലവിധ ചികിത്സാ സഹായങ്ങളിലെ തട്ടിപ്പുകൾ അറിയാതെ നാം കൈയച്ചു നൽകാറുണ്ട്. പക്ഷേ നമ്മുടെ നേരിലുള്ള, നമ്മുടെ തൊട്ടടുത്തുള്ള പാവങ്ങളെ അല്ലെങ്കിൽ പാവങ്ങളുടെ രോദനങ്ങൾ നാം കാണാതെ പോകും. അവരുടെ ഒട്ടിയ വയറും നാം കാണാതെ പോകും. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു അനുഭവം അതാണ് പറയുന്നത്. എവരെയും സ്വാഗതം ചെയ്യുകയാണ് മലയാളികളുടെ 2 തരം ദശകളിലേക്ക്, 2 തരം വീക്ഷണങ്ങളിലേക്ക്, 2 തരം കേൾവികളിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. അയാൾ എല്ലാവരോടും എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും അടുത്ത് വളരെ സൗമ്യമായി അവർ ചെവിയിൽ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി, റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിൽ. അപ്പോഴാണ് ക്യൂ നിന്നവരോട്, വരുന്നവരോട് 3-4 ക്യൂ ഉണ്ട് അവിടെ. ഇപ്പോഴത്തെ റെയിൽവേ കൗണ്ടർ എങ്ങനെയാണല്ലോ, റെയിൽവേ ഉദ്യോഗസ്ഥരല്ലല്ലോ, കോൺട്രാക്ടേഴ്സ് അല്ലേ ഇപ്പൊ പല ചെറിയ ചെറിയ കൗണ്ടറാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ നേരെ ഓരോരോ ക്യൂ ആണ്. അപ്പൊ ഓരോ ക്യൂവിലും നടന്ന് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് എന്തോ, എന്താണെന്നറിയില്ല. വളരെ മാന്യമായി വസ്ത്രം ധരിച്ച പാൻറ്റും ഷർട്ടും ആണ് വേഷം. ഒരു ബാഗ്, ഇങ്ങനെ ബാഗ് കയ്യിലുണ്ട്. അതിലെ പ്രായം എന്ന് പറയുന്നത് ഏതാണ്ടോ 40-നോടടുത്ത പ്രായമാണ്. ചെറിയ കുറ്റിത്താടിയുണ്ട്. ഇത് ഷേവ് ചെയ്തിട്ടുണ്ട്, ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളുടെ മുഖം പറയുന്നത് അയാൾ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ മുഖത്തെ ദൈന്യത നിഴലിക്കുന്ന ദയയ്ക്ക് അർഹമായ ഒരു പെരുമാറ്റമാണ് അയാളിലുള്ളത്. ചിരിക്കാൻ പോലും അയാൾക്ക് പറ്റുന്നില്ല. വേദനയോടെയുള്ള ഒരു ചിരിയാണ് ഞാൻ അയാൾ കണ്ടത്. ഞാൻ അയാളെ ആദ്യം കാണുകയാണ്. എങ്ങോ ജോലിക്ക് പോയി തിരികെ വരുന്നതാണെന്ന് അയാളുടെ വേഷം കണ്ടാൽ തോന്നുന്നു. ഞാൻ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിങ്ങോട് ബന്ധപ്പെട്ട് തൃശ്ശൂർ പോകേണ്ടി വന്നു. അങ്ങനെ തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. അയാൾ എൻ്റെ അടുത്തും വന്നു. വളരെ പതുക്കെ ചോദിച്ചു. 500-ഉം 1000-ഉം ഒന്നുമല്ല, വെറും 15 രൂപ. ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് എടുക്കാനാണ്, ഒരു 15 രൂപയുടെ കുറവുണ്ട്, വണ്ടി വരാറായി. ഞാൻ കുറെ നേരമായി പലരോടും കാശ് ചോദിക്കുകയാണ്.
ഞാൻ ചോദിച്ചു, താങ്കൾക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എറണാകുളത്തേക്കാണ്. ഞാൻ പറഞ്ഞു, ഞാനും അങ്ങോട്ടേക്കാണ്. ഞാൻ അയാൾക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു. അയാളുടെ കയ്യിൽ കാശ് എനിക്ക് നീട്ടി ചുരുട്ടിപ്പിടിച്ച 1-2 നോട്ട്. അദ്ദേഹത്തിന്റെ 25 രൂപയെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 45 രൂപയാണ് വേണ്ടത്. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, കാശ് വേണ്ട എന്ന് പറഞ്ഞു. അയാളുടെ കണ്ണുകൾ അങ്ങ് വിടർന്നു. താങ്ക്സ് പറയാനായി അയാൾ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, താങ്ക് യു. അയാൾ ഇങ്ങനെ വണ്ടറടിച്ച് നോക്കി, ഒരു മനസ്സിലാകാത്ത പോലെ. ഞാൻ അയാൾക്ക് നന്ദി പറഞ്ഞത് എന്തിനാണ് എന്നാണ് അയാൾക്ക് മനസ്സിലാകാഞ്ഞത്. അയാളെ സഹായിക്കേണ്ട അവസരം ദൈവം എനിക്ക് നൽകിയതിനാണ് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞത്. കൗണ്ടറിലിരുന്ന പെൺകുട്ടി വളരെ ആശ്ചര്യപൂർവ്വം എനിക്കിട്ട് നോക്കി ചിരിച്ചു. അവര് പറയുകയാണ്, ഈ ചേട്ടൻ കുറെ നേരമായി എല്ലാവരോടും എന്തോ ചോദിക്കുന്നു. എല്ലാവരും അയാളെ അവജ്ഞയോടെയാണ് നോക്കിയത്. സാറ് അയാൾക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തില്ലേ? ഒത്തിരി നല്ല കാര്യമാണ് സാറേ എന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ ടിക്കറ്റ് കൊടുത്ത് ഇറങ്ങി. അയാൾ എന്നോട് ഓരോന്ന് സംസാരിച്ചു തുടങ്ങിയാണ്. അയാൾ ജോലി തേടി പോയതാണ്, പണി ശരിയായില്ല. പല സ്ഥലങ്ങളിലും അദ്ദേഹം പോയി. ഇനി എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി, തന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കണ്ടാൽ മതി. കുറെ ദിവസങ്ങളായി ഇവിടെ എത്തിയിട്ടും കയ്യിലെ കാശെല്ലാം തീർന്നു. ആരോടും കൈനീട്ടി അദ്ദേഹത്തിന് ശീലവുമില്ല. അതാണ് പലരോടും തുറന്നു ചോദിക്കാനുള്ള വിഷമതയും ഞാനും കണ്ടത്. അയാളുടെ മനസ്സെന്നിൽ തുറക്കുകയായിരുന്നു, എനിക്കായി മാത്രം. ഞാനിപ്പോ കേട്ടു നിന്നു. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം അത്ര വിഷമത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കണ്ണുനീർ എനിക്കും ഒരുപക്ഷെ ചിലപ്പോൾ താങ്ങാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പോക്കറ്റിൽ കാശ് കൈയിട്ട് കുറച്ച് കാശെടുത്തു എൻ്റെ കയ്യിൽ നിന്ന്. അയാൾക്ക് കൊടുക്കാനായി തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളെ കാണാനില്ല. അയാളും ആ ആൾക്കൂട്ടത്തിൽ മറഞ്ഞു. എനിക്ക് വിഷമം തോന്നി. ദൈവമാണ് അയാളെ എൻ്റെ മുമ്പിൽ എത്തിച്ചത്. അയാൾ വിശന്നിരുന്നു, എനിക്ക് അയാളെ സഹായിക്കാനായില്ല. അയാളുടെ കുടുംബം പട്ടിണിയിലായിരുന്നു, അതിനൊരു കൈത്താങ്ങാകാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ വളരെ വിഷമതയോടുകൂടി അവിടെ എല്ലാം അദ്ദേഹത്തെ തിരഞ്ഞു. ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. ഞാൻ നോക്കുമ്പോൾ ട്രെയിൻ ലേറ്റാണ്. ട്രെയിൻ ലേറ്റായപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്നാൽ ഒരു ഡ്രാഫ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു മനുഷ്യൻ അവിടെ നിന്നിങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച്, അതായത് അതിന് തൊട്ടു മുമ്പായിട്ട് ആ ടിക്കറ്റ് കൗണ്ടറിൽ വെച്ച് കണ്ട അതേ തലത്തിൽ തന്നെയാണ് ഒരു മനുഷ്യൻ, ഒരു വെള്ള ഷർട്ടും വെള്ളം കൊണ്ട് കൊടുത്തൊരു മനുഷ്യൻ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്. ഒരുപക്ഷെ നേരത്തെ പോലെ തന്നെയാണ് ഇയാളും ചെയ്യുന്നത്. ഞാൻ അയാളുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു. ആ മനുഷ്യനല്ലത്, ഇത് വെള്ള ഷർട്ടും വെള്ളമുണ്ടും കൊടുത്തൊരു മനുഷ്യനാണ്, ഒരു നാട്ടിൻപുറത്തുകാരനാണ്. അദ്ദേഹം എന്തോ ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അദ്ദേഹം ചോദിച്ച് എൻ്റെ അടുത്ത് വന്നു. ഞാൻ കരുതി മറ്റെന്തോ ആണ് ചോദിക്കുന്നതെന്നാണ്. പക്ഷെ അയാൾ എന്നോട് ചോദിച്ചത്, ഒരു 5 രൂപ എടുക്കാനുണ്ടോ. ഞാൻ കരുതി ഈ 5 രൂപയായിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാനായിട്ടാണ്, ഒരുപക്ഷെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കാം. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ 5ന്റെ നോട്ടൊന്നുമില്ല. ഞാൻ മറ്റേയാൾക്ക് കൊടുക്കാനായി കരുതിയിരുന്ന ആ ക്യാഷുകൾ എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാനത് എണ്ണിയൊന്നുമല്ല വെച്ചിരുന്നത്. ഞാനത് പോക്കറ്റിൽ നിന്നെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. എൻ്റെ അടുത്തും ചേഞ്ച് ഇല്ല. മറ്റുള്ളവരൊക്കെ ഒരുപക്ഷെ കൊടുക്കാതിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ പേ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും കൊടുക്കാതിരുന്നത്. അവരുടെ മനസ്സിൻ്റെ
അവർ മനസ്സുകൾ ചെറുതായത് കൊണ്ടൊന്നും ആയിരിക്കില്ല. സഹായിക്കാൻ മനസ്സുണ്ടാകാൻ ചിലർക്കൊക്കെ തിരിച്ചു. പ്രിയ സഹോദരങ്ങളെ, നാം ചില്ലറകൾ വീഴുന്നതാണ് അറിയുക, പക്ഷേ നോട്ടുകൾ വീഴുന്നതൊന്നും അറിയാറില്ല. ചിലപ്പോഴെങ്കിലും നമ്മൾ ഇതുപോലുള്ള പാവങ്ങളുടെ ശബ്ദത്തിന് ചെവി കൊടുക്കില്ല. പക്ഷേ ചില വലിയ ശബ്ദത്തിനൊക്കെ കൊടുക്കും. പേരിനും പെരുമയ്ക്കും വേണ്ടിയിട്ടാണ് കൊടുക്കുക, പ്രശസ്തിക്കാണ് വേണ്ടിയിട്ടാണ് കൊടുക്കുക. അതും പലതും തന്നെ അർഹതപ്രാപ്തനാകാം. ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. നിങ്ങൾക്കും അത് അറിയാം. ചില ഉദാഹരണങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞയിടെ നാം 1-2 വ്യക്തികളെ കൊലക്കയറിൽ നിന്നും നാം രക്ഷിച്ചു. പെരുമഴക്കാലം എന്നൊരു സിനിമ നിങ്ങൾ പലരും തന്നെ കണ്ടു കാണും. അതിൽ മനഃപൂർവ്വമല്ലാത്ത ഒരു കൊലപാതകത്തിന്റെ പേരിൽ നായകനായ ദിലീപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ദിലീപിന്റെ നായികയായ മീര ജാസ്മിൻ ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് മാപ്പിനായി ഇരക്കുകയാണ്. അതെ, അതുപോലെയാണ് ഗൾഫിലെ ചില നിയമങ്ങൾ. വധശിക്ഷയ്ക്ക്, അതായത് കൊലപാതകം ചെയ്തിട്ട്, മനഃപൂർവമായ കൊലപാതകം ചെയ്തിട്ട് ആ വ്യക്തിയെ കൊലക്കയിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ആ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് കൊടുത്താൽ മാത്രമേ ആ കൊലക്കയറിൽ നിന്നുള്ള മോചനമുണ്ടാകൂ. അതായത് ആ വ്യക്തിയുടെ രക്തബന്ധത്തിൽപ്പെടുന്നവർ മാപ്പ് നൽകണം, അപ്പോഴാണ് വിടുക. അതെ, അതുപോലെ ചില സംഭവങ്ങൾ നമ്മുടെ മീഡിയകളിൽ വന്നു. കഴിഞ്ഞയിടെ മനഃപൂർവമായ ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയെ കൊലക്കയറിൽ നിന്നും രക്ഷിക്കാൻ വെറും 2 ദിവസം കൊണ്ട് 3.5-4 കോടിയോളം രൂപ പിരിവെടുത്തവരാണ് നമ്മൾ. അതുപോലെ മറ്റൊന്ന്, തൻ്റെ പാർട്ട്ണറെ കൊന്ന് പീസാക്കിയ, അതായത് നാട്ടിലൊരു കുടുംബമുണ്ട്, മറ്റൊരു കുടുംബം, അതായത് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തി പറഞ്ഞത് തൻ്റെ ഭാര്യയാണ് ഇദ്ദേഹമെന്നാണ്. സത്യം നമുക്കറിയില്ല. അതിലും എന്തൊക്കെ നൂലാമാലകളുണ്ടെന്ന് ചില മീഡിയകൾ പറഞ്ഞു. ഞാൻ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കോ അല്ലെങ്കിൽ ശരിയിലോട്ടോ തെറ്റിലേക്ക് പോകുന്നില്ല. ആ പെൺകുട്ടിയെ, അതായത് ഒരു വ്യക്തിയെ അപൂർവമായ കൊലപാതകത്തിലൂടെ, അതും വെട്ടിക്കീറി പീസാക്കി വാട്ടർ ടാങ്കിൽ കലക്കിയ ക്രൂരതയെ അവിടുത്തെ കോടതി കൊലക്കയറാണ് വിധിച്ചതും. അതിൽ നിന്ന് ഊരിയെടുക്കാനും നാം കോടികൾ പിരിച്ചു. അതെ, നമ്മൾ അങ്ങനെയാണ്. ശരിയായവർക്ക് നൽകില്ല. തൊട്ടടുത്ത നമ്മുടെയൊക്കെ മേശയ്ക്ക് താഴെ ഒരു നേരത്തെ റൊട്ടിക്കായി കേഴുന്നവനെ നാം കാണില്ല. അന്നത്തിന് വേണ്ടി അല്ലെങ്കിൽ രോഗാതുരനായ ദരിദ്രനെ നാം കാണില്ല. കടം കൊണ്ട് നിൽക്കല്ലില്ലാതെ ജീവനെടുക്കുന്ന എത്രയോ കുടുംബങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ കണ്ടില്ലേ, എത്രയോ പേരാണ് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്തത്. അതിനൊന്നും ആർക്കും ഒരു പ്രയാസമുണ്ടായില്ല. കാശിന് അത്യാവശ്യമുള്ളവരെയും നാം കാണില്ല. പകരം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കടലുകൾക്കപ്പുറം സുഖജീവിതം നയിച്ചു പോന്നിരുന്ന, അല്ലെങ്കിൽ സുഖജീവിതം നയിക്കാനായി കൊല ചെയ്തവരെ എന്തും കൊടുത്തും രക്ഷിക്കാൻ ആളുണ്ട്, നമ്മളുണ്ട് പിന്നാലെ. കിഡ്നി രോഗികൾക്കും, ഹൃദ്രോഗികൾക്കും, ക്യാൻസർ രോഗികൾക്കും, മറ്റു പല രോഗങ്ങൾക്കും ചികിത്സകൾക്ക് വേണ്ടി, കാശിന് വേണ്ടി അലയുന്ന ലക്ഷങ്ങൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ജീവന് വേണ്ടി പിടയുന്നവർ, ആക്സിഡന്റിൽ തകർന്നവർ, അല്ലാതെയും ഒരു നേരത്തെ ഭക്ഷണമോ കയറിക്കിടക്കാൻ കുടിലോ
വസ്ത്രങ്ങളും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അവരെല്ലാം നമ്മുടെ മുമ്പിൽ തന്നെ ഇല്ലേ? പ്രിയ സഹോദരങ്ങളെ, തൂക്ക് കയറിന് വിധിക്കപ്പെട്ടവർക്ക്, അതും കുറ്റവാളികൾക്ക് മാത്രമല്ല ജീവനും ജീവിതവും എന്നറിയുക. കുറ്റവാളിയായി വിദേശ ജയിലിൽ കിടക്കുന്നവരുടെ ജീവന് മാത്രമാണോ വിലയുള്ളത്? ഒരാളുടെ ജീവന് വേണ്ടി കോടികൾക്കായി അത്താഴപ്പട്ടിണിക്കാരന്റെ പോക്കറ്റിൽ നിന്ന് പോലും കാശടിക്കുന്ന പരസ്യങ്ങൾ ഇനിയെങ്കിലും വഴിതിരിച്ചെടുക്കണം. നമ്മുടെ പാവപ്പെട്ടവർക്കായി, രോഗാതുരർക്കായി, ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്കായി, സാമ്പത്തികമായി തകർന്ന് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നവർക്കായി, അപകടങ്ങളിൽ പെടുന്നവർക്കായി നമ്മുടെയൊക്കെ കണ്ണുകൾ രണ്ടും തുറക്കാം. നന്നായി ചെവികൾ രണ്ടും തുറക്കാം. അവരുടെ രോദനങ്ങൾക്കായി കൈകൾ രണ്ടും നീട്ടാം. പിടിച്ചു പറിക്കാനോ പിടിച്ചു വാങ്ങാനുമല്ല, നൽകാനായി, സഹായിക്കാനായി. പ്രിയരെ, ആ റെയിൽവേ സ്റ്റേഷനിൽ ആ മനുഷ്യന് വേണമെങ്കിൽ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ പോകാമായിരുന്നു. ശരിയല്ലേ? രാത്രിയല്ലേ? ആ പാതിരാത്രി ഒരു ടിടിയും വരുന്നില്ല, വരാൻ പോകുന്നില്ല. അദ്ദേഹം സത്യസന്ധനായതുകൊണ്ടാണ്, ആത്മാർത്ഥതയുള്ളവനായതുകൊണ്ടാണ്, ഒരു തെറ്റ് പോലും അയാളുടെ മനസ്സിൽ വരാതിരുന്നത് കൊണ്ടാണ്. ആരെയും ചതിക്കരുത്. റെയിൽവേയെ പോലും, പൊതുസ്ഥാപനമായ റെയിൽവേയെ പോലും ചതിക്കാൻ അദ്ദേഹത്തിന് തോന്നാത്തത് കൊണ്ടാണ് ആ 15 രൂപയ്ക്ക് വേണ്ടി പോലും അദ്ദേഹം ഓരോരുത്തരിൽ നിന്നും കൈനീട്ടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ മനസ്സ് കാണണം, നമ്മൾ ഹൃദയം കാണണം. അവരൊന്നും പറ്റിക്കാനല്ല. ഒരു 15 രൂപ കൊണ്ട് എന്തുണ്ടാക്കാനാണ്? ഒരു കൊട്ടാരം പണിയാൻ പറ്റുമോ? ഇല്ല. അവരുടെയൊക്കെ നല്ല മനസ്സാണ്. അയാൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന്. ഞാൻ അയാൾക്കായി കാത്തു വെച്ചിരുന്നത് കുറച്ച് രൂപയൊന്നും ആയിരുന്നില്ല. എനിക്കറിയാം ഒരു കുടുംബത്തിന്റെ വിശപ്പ്, അതിൻ്റെ വിഷമത, ജോലിയില്ലാത്തതിൻ്റെയും കഷ്ടപ്പാടിൻ്റെയൊക്കെ വിഷമത. ഞാനൊക്കെ കുറച്ചു നാളെങ്കിലും അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് നമ്മളുടെയൊക്കെ ഹൃദയം മറ്റുള്ളവർക്കായി നൽകുന്നത്. നാം കടം കൊടുക്കുന്നത് ദൈവത്തിനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ഔദാര്യമല്ല കടം കിട്ടുക എന്നുള്ളത്, അവകാശമാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. ആ 5 രൂപ തിരക്ക് വന്നയാൾ, അയാൾക്ക് വേണമെങ്കിൽ 50 രൂപ വെച്ച് ചോദിച്ചിരുന്നെങ്കിൽ, എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ ഒരു 5 രൂപയ്ക്ക് വേണ്ടിയും ചോദിക്കാം, 50 രൂപയ്ക്ക് വേണ്ടി ചോദിക്കാം. കിട്ടുമ്പോൾ കൂടുതലാവില്ലേ? പണ്ട് ജഗതി പറഞ്ഞ പോലെ, കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി. അതെ, ഏവരെയും സഹായിക്കാൻ നമ്മുടെ കൈകൾ തുറന്നു പിടിക്കാം. നമ്മളൊന്നും കാശില്ലാത്തവരൊന്നുമല്ല, കാശുള്ളവരാണ്. ആരെയും സഹായിക്കാനാവുന്നവരാണ്. ആരെയും തള്ളുന്നവരാവരുത്. കൈകൾ അവരെ അനുഗ്രഹിക്കുന്നവരാകണം നമ്മൾ. എവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നല്ല മനസ്സുള്ളവർ നമ്മളിലുണ്ട്, നമ്മൾക്കുണ്ട്, നിങ്ങളിലുണ്ട്. ദൈവം അത്രയും നിറച്ചിട്ടുണ്ട് നമ്മളിൽ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.